നമസ്കാരം, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നല്ല മഴയും ഒക്കെ ഉള്ള സാഹചര്യമാണെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങളെല്ലാവരും വളരെ സേഫാണ് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ ഈ കാലത്തിന് ഏറ്റവും അനിവാര്യമായിട്ടുള്ള സബ്ജക്റ്റാണ്. ദ ഗ്രേറ്റസ്റ്റ് ബാറ്റിൽസ് ആർ വിത്ത് ദ ക്ലോസസ്റ്റ് പീപ്പിൾ. ശരിയല്ലേ? നമ്മുടെ ഏറ്റവും വലിയ യുദ്ധങ്ങൾ സംഭവിക്കുന്നത് ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ടാണ്. ഒരു പക്ഷേ ഒരു കാലഘട്ടങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടവരായിരിക്കും പിൽക്കാലം നമ്മുടെ ഏറ്റവും വലിയ ശത്രുക്കളായി മാറുന്നത്. ഇതാണ് കാലത്തിൻ്റെ നീതി എന്ന് പറയുന്നത്. അതിനൊരുപാട് ഘടകങ്ങളുണ്ട്, ഒരുപാട് കാരണങ്ങളുണ്ട്. പക്ഷേ ഈ കാരണങ്ങളൊക്കെ മനുഷ്യൻ ഓരോ കാലഘട്ടത്തിലും കാര്യങ്ങൾ മനസ്സിലാക്കാതെ അവൻ അപ്പോഴത്തെ സാഹചര്യത്തിനനുസരിച്ച് കണ്ടുപിടിക്കുന്ന ഒരു എന്താ പറയുന്നത്, ഒരു റെമഡി എന്നും പറയാൻ കഴിയില്ല. അവന് ഒരു സ്വയം ആശ്വാസം കിട്ടാൻ വേണ്ടി ഒരു കാരണം കണ്ടുപിടിക്കുക മാത്രമാണ്. പക്ഷേ ഇതിൻ്റെയൊക്കെ മൂല കാരണം എന്ന് പറയുന്നത് കാർമിക് സൈക്കിളാണ്. നമ്മൾ ഡയറക്റ്റ്ലി ഈ സബ്ജക്റ്റിലോട്ട് കയറുകയാണ്. നമ്മൾ സ്പിരിച്വലി സംസാരിക്കുമ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ചുറ്റിനുമുള്ള നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും ക്ലോസസ്റ്റ് ആൾക്കാർ, അതായത് നമ്മുടെ ഒരു കുടുംബത്തിൽ തന്നെ ഏറ്റവും ക്ലോസ് സർക്കിളിൽ നമ്മൾ അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾ എല്ലാവരും തന്നെ നമ്മുടെ കാർമിക് സൈക്കിളുമായിട്ട് കണക്റ്റഡ് ആണ്. സോ ഈ കാർമിക് സൈക്കിൾ വളരെ വളരെ മൈന്യൂട്ട് ആൾക്കാർ മാത്രമാണ് അതൊരു പോസിറ്റീവ് ഫാമിലി എന്ന് നമുക്ക് വേണം സംസാരിക്കാം. പോസിറ്റീവ് ഫാമിലിയായിട്ട് കണക്കാക്കാൻ കഴിയുള്ളൂ. ബാക്കിയുള്ളതെല്ലാം നെഗറ്റീവ് ഫാമിലിയാണ്. യെസ്, ഫാമിലി തന്നെ നമുക്കിനി അങ്ങനെ തരംതിരിക്കാം, പോസിറ്റീവ് ഫാമിലി, നെഗറ്റീവ് ഫാമിലി എന്ന്. അതായത് ഒരു കുടുംബത്തിൽ ചിലപ്പോൾ അവിടെ ഏറ്റവും വലിയ വില്ലൻ അച്ഛനായിരിക്കും, അല്ലെങ്കിൽ ആങ്ങളയായിരിക്കാം, അല്ലെങ്കിൽ പെങ്ങളായിരിക്കാം, അമ്മയായിരിക്കാം. ഇനി അതല്ല, കല്യാണം കഴിച്ച് വരുന്ന മരുമകളാകാം, അപ്പോൾ അല്ലെങ്കിൽ അവരുടെ മക്കളാകാം, അല്ലെങ്കിൽ അവരുടെ അച്ഛൻ അങ്ങനെ ആകാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു കുടുംബത്തിലേക്ക് ഒരു പക്ഷേ നമ്മൾ സ്വപ്നം കാണാതെ പുതിയ പുതിയ ബന്ധങ്ങൾ വരുന്നു. ആ ബന്ധങ്ങൾ ഒരു കാലഘട്ടത്തിൽ എല്ലാം വളരെ കറക്റ്റാണ്, ശരിയാണെന്ന് എടുത്തൊരു തീരുമാനമായിരിക്കാം. പക്ഷെ പിൽക്കാലത്ത് അത് ഏറ്റവും വലിയ ഉപദ്രവമായി മാറുകയാണ്. അപ്പോൾ ഇതിൻ്റെ കാരണം ഈ പറയുന്ന കാർമിക് സൈക്കിളാണ്. കാർമിക് സൈക്കിൾ നമ്മുടെ പൂർവ്വകാല ജന്മവുമായിട്ട് കണക്റ്റഡാണ്, മുൻജന്മവുമായിട്ട് കണക്റ്റഡാണ്. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, എന്താ പറയുക, നമ്മുടെ മക്കളായിട്ട് വരുന്ന മുൻകാലത്തെ ശത്രുക്കളായിരിക്കും എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അത് ചില വിഷയങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളെ ഒരു വ്യക്തിയെ മുച്ചൂടെ നശിപ്പിക്കാൻ മക്കൾ ജനിച്ചാൽ മതി. മക്കളുടെ അവർ തുടങ്ങുമ്പോൾ തന്നെ ഇഷ്യൂസായിട്ടായിരിക്കും ആ കുഞ്ഞിൻ്റെ ഒരു ജന്മം എന്ന് പറയുന്നത് തന്നെ. അതിൻ്റെ ഒരു മൂല കാരണം തന്നെ നമ്മൾ വേറെ ആംഗിൾ സംസാരിക്കുകയാണെങ്കിൽ അതിൻ്റെ മാതാപിതാക്കൾക്കുള്ള ഒരു ശിക്ഷയാണ് അവരുടെ ജന്മം എന്ന് പറയുന്നത്. ഇനി അതല്ല, നമുക്ക് വേറെ ആംഗിൾ സംസാരിക്കുകയാണെങ്കിൽ ബന്ധുമിത്രാദികൾ, നമുക്കൊരു വലിയ ഫാമിലി സർക്കിളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ ഫാമിലി സർക്കിളിലാണ് ഏറ്റവും വലിയ യുദ്ധം. അല്ലെങ്കിൽ നിങ്ങൾ വളരാനോ നിങ്ങളെ നന്നാവുന്നതിലോ ഒക്കെ ഏറ്റവും കൂടുതൽ കണ്ണുകടിയുള്ളത് ഈ ഫാമിലി സൈക്കിളിലായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു സർക്കിളിലായിരിക്കും. പറയുമ്പോൾ ചിരിച്ച് കാണിക്കും, കൂടെ നിൽക്കുമ്പോൾ എല്ലാത്തിനും ഭയങ്കരത. പക്ഷേ ഒട്ടും നിങ്ങൾ നന്നാവുന്ന ഒരു രീതിയിലും ഇഷ്ടപ്പെടാത്തത് ഈ പറയുന്ന ഫാമിലി സർക്കിളിലായിരിക്കും. അപ്പോൾ ഇതെന്തുകൊണ്ട് നിങ്ങളെ ആവശ്യമില്ലാതെ നിങ്ങളെ വേട്ടയാടുന്നു, അല്ലെങ്കിൽ എന്തിനാണ് അവരെൻ്റെ കാര്യത്തിൽ ഇടപെടുന്നത്, ഞാൻ അവർക്ക് ഒന്നിനും ചെയ്യാൻ പോകുന്നില്ലല്ലോ. ഇതൊരു കാർമിക് എഫക്റ്റാണ്. അപ്പോൾ ഇതിൽ കാർമിക് എഫക്റ്റിൽ നിങ്ങൾക്ക് ഒരു പരിധി വരെ നിങ്ങൾക്കത് മനസ്സിലായാൽ നിങ്ങൾ പ്രത്യേകിച്ചൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യം പോലും വരുന്നില്ല. കാരണം ഈ നിങ്ങളെ ഏറ്റവും കൂടുതൽ ചൊറിയുന്ന വ്യക്തി ആരാണോ അവർ ആക്ച്വലി നിങ്ങളുടെ കർമ്മ എടുത്തുകൊണ്ട് പോവുകയാണ്. അവസാനം നിങ്ങൾ അനുഭവിക്കേണ്ടത് കൂടെ അവരനുഭവിക്കുന്നുണ്ട് വേറൊരു ആംഗിളിൽ. അത് പക്ഷേ അവർക്കിത് മനസ്സിലാവണമെന്ന് പോലും ഇല്ല. ചിലപ്പോൾ അവരുടെ കുടുംബം നാഴിക്ക് നിശ്ചലമായിക്കൊണ്ടിരിക്കുകയായിരിക്കും, അല്ലെങ്കിൽ അത് മോശമായിക്കൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷെ അവർ മനസ്സിലാക്കുന്നില്ല. ബിക്കോസ് അവർ വേറൊരാളുടെ കർമ്മയെ കയറിയെടുത്ത് അത് അവർക്ക് ആവശ്യമില്ലാത്ത ബിസിനസ്സിൽ പോയി അവരിടപെടുന്നുണ്ടാണ്. അത് ഒരു വേറെ ആംഗിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണെന്ന് വേണേൽ പറയാം. പക്ഷേ അതിനെ മെൻ്റലി താങ്ങാൻ കെൽപ്പില്ലാത്തൊരു വ്യക്തിക്ക് ചിലപ്പോൾ അത് ഭയങ്കര ഒരു ദുഃഖത്തിൻ്റെ കാരണങ്ങളൊക്കെ ആകും. ഫാമിലിയിൽ തന്നെ പലതരം ആൾക്കാരെന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും എന്നൊക്കെ വിചാരിച്ച് നിങ്ങൾ സ്വയം ഇല്ലാതാകുന്ന, അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ സിസ്റ്റത്തെ നമ്മളെ കൊണ്ട് എത്തിപ്പെട്ടിരിക്കുന്നത്. നമ്മൾ പെട്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഏറ്റവും വലിയ കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നത്
അല്ലേ? ഏറ്റവും വലിയ യുദ്ധം നടന്നേക്കുന്നത് നമ്മുടെ മിത്തോളജിയിലും എല്ലാം ഫാമിലിയിൽ തന്നെയാണ്. അപ്പം നമ്മുടെ ലൈഫുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധമുണ്ട് ഇതിനെല്ലാം. അപ്പോൾ ഇതിനെയൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ട ഇതിനൊക്കെ റെമഡി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, ചില കാര്യങ്ങൾ നിങ്ങൾ ഹയർ ആകുമ്പോൾ നിങ്ങൾക്കെതിരെ എത്ര ശരം വന്നാലും അത് നിങ്ങളെ ബാധിക്കാതെ ആ ശരം പൊട്ടിപ്പോകും എന്നേ എനിക്ക് പറയാനുള്ളൂ. നിങ്ങൾ ഹയർ ആയിരിക്കണം. നിങ്ങളൊന്നും ചെയ്യാതെ, നിങ്ങൾ ഇന്നർ വർക്കോ കാര്യങ്ങളോ ഒന്നും ചെയ്യാത്തൊരു വ്യക്തിയാണ്, ഒരു രീതിയിലും നിങ്ങളെ എലിവേറ്റ് ആക്കാൻ ഒന്നും ചെയ്യാതെ ഇരുന്നിട്ട് അവരെ ഇപ്പം നമ്മൾ പറയാറില്ല ഈവിളായി എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പലരും എന്നോടും പറയാറുണ്ട്, ഇപ്പോഴും പറയാറുണ്ട്, നിനക്ക് കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ ഒന്നും ആരെ അറിയിക്കരുതെന്ന്. അതൊന്നാമത് കാരണം അവരുടെ ഭയമാണ്, ഈ വിളയി തട്ടും എന്നൊക്കെയുള്ള രീതിയിൽ. അപ്പം മനസ്സിലാക്കേണ്ടത്, മറ്റൊരാളുടെ ചിന്തയ്ക്ക് ശക്തി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. വേറൊരാളുടെ ചിന്തയ്ക്ക് ശക്തിയുണ്ട്. അവർ നിങ്ങളെ നോക്കി അത് നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ കണ്ടിന്യൂസ് എനർജിയാണ് നിങ്ങളിലേക്ക് തരുന്നതെങ്കിൽ അതിൻ്റെ ഇമ്പാക്റ്റ് നിങ്ങളുണ്ടാവും. പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള എനർജി നിങ്ങളിൽ ഉണ്ടാവണം. നിങ്ങളുടെ ഇന്നർ വർക്കും കാര്യങ്ങളും അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു പരിധിയല്ല, നിങ്ങൾക്ക് തന്നെ പൂർണ്ണമായിട്ടും അവരിനി എന്ത് കാണിച്ചാലും അത് അവർക്ക് തിരിച്ച് ബൗൺസ് ബാക്ക് ചെയ്യുന്നതല്ലാതെ നിങ്ങളെ ബാധിക്കാതെ പോകും. പക്ഷെ നിങ്ങൾ ഈ പറയുന്ന ഒരു ലോവർ വൈബ്രേഷൻ പേഴ്സണാണ്, അല്ലെങ്കിൽ നിങ്ങളെ മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾക്ക് അറിയാതിരിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ ഈ പറയുന്ന മറ്റൊരാളുടെ ഒരു ജലസി അല്ലെങ്കിൽ ആ ഒരു എനർജി നിങ്ങളുടെ തലയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് നിങ്ങളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും, നിങ്ങളുടെ ലൈഫിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കും. അത് സത്യം തന്നെയാണ്. അത് ചില ആൾക്കാർ ഇതൊക്കെ മോഡേൺ യുഗത്തിൽ ഇതൊക്കെ എങ്ങനെ വിശ്വസിക്കും? ഇതൊക്കെ അനുഭവത്തിലൂടെ വിശ്വസിക്കണം. അനുഭവം എത്ര ഉണ്ടെങ്കിലും വിശ്വസിക്കാത്തത് മണ്ടത്തരമാണ്. എല്ലാത്തിനും സയൻറ്റിഫിക്കലി മാത്രം കാണുന്നതും പറഞ്ഞില്ലേ, നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ്. നമ്മുടെ പ്രകൃതിയെ, പ്രപഞ്ചത്തെ നമ്മൾ ലിമിറ്റ് ചെയ്യുകയാണ്. ഇതിൻ്റെ ഓരോ ആസ്പെക്ട്സും ലിമിറ്റ് ചെയ്തിട്ട് എന്ത് നേടുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഇത്രയും വലിയ പ്രകൃതിയിൽ സയൻറ്റിഫിക്കലി ചിന്തിക്കുന്നു എന്ന് പറയുന്ന പലരും ഇപ്പോഴും സയൻറ്റിഫിക്കലി അല്ല കാര്യങ്ങളെ കാണുന്നത്. സയൻറ്റിഫിക്കലി ചിന്തിക്കുന്നു, നിരീശ്വരവാദികൾ തന്നെ സയൻറ്റിഫിക്കലി ചിന്തിക്കുന്നു പറയുന്നവർ പോലും സയൻറ്റിഫിക്കലി അല്ല കാര്യങ്ങളെ കാണുന്നത്. അറ്റ്ലീസ്റ്റ് അവർ എനർജി ഇല്ലെന്ന് അവർ പറയുമോ? ഈ എനർജിയുടെ എല്ലാ ആസ്പെക്ട്സിലേക്കും എത്രയോ സയൻറ്റിസ്റ്റുകൾ ഇതിനെക്കുറിച്ച് ഓൾറെഡി സയൻറ്റിഫിക്കലി പ്രൂവ് ചെയ്ത് കഴിഞ്ഞേക്കുന്നു. അത് റിസർച്ച് പോലും ചെയ്യാതെ, അത് തിരിഞ്ഞു നോക്കാതെ അവരുടെ ഒരു കാരണം ഏതെങ്കിലും ഒരു ആസ്പെക്റ്റ് അവർ അംഗീകരിക്കാൻ തുടങ്ങിയാൽ പിന്നെ എല്ലാം അംഗീകരിക്കേണ്ടി വരും. അപ്പോൾ ആ ഒരു ഈഗോയുടെ പുറത്ത് ഒന്നും അംഗീകരിക്കാതെ എല്ലാം സയൻറ്റിഫിക്. ഇവിടെ മെറ്റാഫിസിക്കലായുള്ള കാര്യങ്ങളാണ് ഈ പ്രകൃതിയെ നയിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രകടമായിട്ട് നമ്മുടെ മുന്നിൽ പല രീതിയിലുള്ള എക്സാമ്പിൾസ് ഉണ്ടെങ്കിലും നമ്മളത് മനസ്സിലാക്കാൻ പറഞ്ഞില്ലേ. ഇപ്പം നിങ്ങളുടെ മുന്നിൽ പല കാര്യങ്ങളും സാഹചര്യങ്ങളും നിങ്ങളുടെ മുന്നിൽ വരുന്നുണ്ടാവും, നിങ്ങൾക്കത് മനസ്സിലാവുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ ഈഗോ അംഗീകരിക്കാതെയാണ് നിങ്ങളുടെ പല പ്രശ്നത്തിൻ്റെയും കാരണം. ആ ഈഗോയെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ അച്ഛനാകാം, നിങ്ങളുടെ അമ്മയാകാം, നിങ്ങളുടെ ആങ്ങളയാകാം, സണ്ണിൻലോയാകാം, ഫാദറിൻലോയാകാം, പല ആംഗിളിൽ ഈ പറയുന്ന കാർമിക് സൈക്കിൾ നിങ്ങളിൽ എഫക്റ്റ് ഉണ്ടാവും. അത് ഈ പറയുന്ന പോലെ നമ്മളതിൻ്റെ ഉത്തരങ്ങൾ പല ആംഗിളിൽ പലതും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ യൂട്യൂബിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഫർ ചെയ്താൽ പലത്തിൻ്റെ ഉത്തരം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഒരു ഇതൊരു ഗെയിമാണ്, ഇതൊരു ട്രാപ്പാണ്. ഇവിടെ ബ്രില്യൻ്റായിട്ട് ഗെയിം കളിക്കുന്നവർക്ക് മാത്രമേ സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മറ്റാൾക്കാരുടെ കാര്യങ്ങളിൽ നിങ്ങളുള്ള ജലസിൻ്റെ പുറത്ത് പല കാര്യങ്ങളും നിങ്ങൾ കേൾക്കേണ്ടി വരും, അറിയേണ്ടി വരും, നിങ്ങളതിനു വേണ്ടി റിയാക്ട് ചെയ്യേണ്ടി വരും, നിങ്ങളുടെ എനർജി ആവശ്യമില്ല അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും, ആവശ്യമില്ലാതെ നെഗറ്റീവ് എനർജി നിങ്ങളെടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളും ഫേസ് ചെയ്യേണ്ടി വരും. അപ്പം ചില കാര്യങ്ങൾ വെറുതെ വിട്ടേക്കുക, നിങ്ങൾ വെറുതെ നിന്നാൽ മതി. നിങ്ങളുടെ കർമ്മയും കൊണ്ട് അവർ പൊക്കോളും. അതിൻ്റെ ഒരു ബ്രില്യൻസ് എന്ന് പറയുന്നത്. പക്ഷേ അതിനുള്ള ക്ഷമയും മൈൻഡ് പവറും ഉണ്ടാവണം. അതില്ലാത്ത ആൾക്കാരെ അത് നേടിയെടുക്കാനേ ഞാൻ പറയത്തുള്ളൂ. ആ നേടിയെടുത്തു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മറ്റാൾക്കാരെ നിങ്ങൾക്കെതിരെ ഇനി ഭയങ്കരമായിട്ടുള്ള എന്തെങ്കിലും ദോഷം നിങ്ങൾക്ക് വരാൻ വേണ്ടി എന്നിട്ട് ചെയ്താൽ പോലും നിങ്ങളെ ഏൽക്കത്തില്ല. ബിക്കോസ് യു ആർ ഹയർ വൈബ്രേഷൻ. അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ. അല്ലാത്ത ആൾക്കാരെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങളത് ഫേസ് ചെയ്യേണ്ടി വരും. ഓക്കെ, താങ്ക് യു.